Hi everybody, SSLC, subject English. So the chapter is A Very Old Man with Enormous Wings. So ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ആ ഒരു ചാപ്റ്ററിനെ ഏറ്റവും ഷോർട്ടായിട്ട് എങ്ങനെ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് ആ ചാപ്റ്റർ മനസ്സിലാക്കാം. അതായത് ഈ ചാപ്റ്റർ നമ്മൾ 6 പോയിന്റുകളായിട്ട് ഡിവൈഡ് ചെയ്യാൻ പോവുകയാണ്. ആ 6 പോയിന്റിലൂടെ നമ്മൾ ഈ ചാപ്റ്ററിനെ മനസ്സിലാക്കാനായിട്ട് ഈസി ആയിട്ട് ഏറ്റവും എളുപ്പത്തിൽ മനസ്സിലാക്കാനായിട്ട് പോവുകയാണ്. സോ അതിന് മുന്നോടിയായിട്ട് ഈ ഒരു ചാപ്റ്ററിൻ്റെ ഫുൾ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. അത് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. ഇത് അതിനുശേഷം മാത്രം കാണുക. ചാപ്റ്റർ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്, ആ ഒരു ചാപ്റ്ററിൻ്റെ ഒരു റിവിഷന് വേണ്ടിയിട്ട് ഒക്കെ ഈ ഒരു ക്ലാസ് ഉപയോഗപ്രദമാക്കുക. ഓക്കെ, സോ നേരെ ക്ലാസ്സിലേക്ക് വരാം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 6 പോയിന്റുകളായിട്ട് നമ്മൾ ഈ ഒരു ചാപ്റ്ററിനെ ഡിസ്കസ് ചെയ്യാനായിട്ട് പോവുകയാണ്. 6 പോയിന്റുകൾ. ദ ചാപ്റ്റർ എ വെരി ഓൾഡ് മാൻ വിത്ത് എനോമസ് വിങ്സ്. നോക്കാം. ഒന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്, നോക്കൂ, പെലായോ വാസ് കമ്മിങ് ബാക്ക് ടു ഹൗസ്. പെലായോ വാസ് കമ്മിങ് ബാക്ക് ടു ഹൗസ്. ഇങ്ങനെയാണ് ഈ ഒരു സ്റ്റോറി തുടങ്ങുന്നത്, അല്ലേ? പെലായോ നമ്മുടെ കഥയിലെ കഥാപാത്രമാണ്. അദ്ദേഹം തൻ്റെ വീട്ടിലേക്ക് വരികയാണ്. ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് ഈ ഒരു സ്റ്റോറിയുടെ ഒരു ബിഗിനിങ് എന്ന് പറയുന്നത്, റൈറ്റ്? ഓക്കെ, ദ സെക്കൻഡ് പോയിന്റ് മുമ്പ് ആ പോയിന്റിൽ തന്നെ കുറച്ച് സബ് ക്വസ്റ്റ്യൻസ് ഞാൻ ചോദിക്കുകയാണ്. അതിൽ ഒന്നാമത്തത്, വെൻ, എപ്പോഴാണ് അദ്ദേഹം തിരിച്ചു വരുന്നത്, വീട്ടിലേക്ക് വരുന്നത്? സമയം എപ്പോഴാണ്? ഇൻ ദി നൂൺ, ഉച്ച സമയത്താണ്, അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? വാട്ട് ഹീ സോ, ആ സമയത്ത് ഇയാൾ എന്ത് കണ്ടു? എന്തോ അവിടെ കണ്ടു. എന്താണ് കണ്ടത്? സംതിങ് ഈസ് മൂവിങ് ആൻഡ് ഗ്രോണിങ്, എന്തോ ഒന്ന് അനങ്ങുന്നുണ്ട്, ഒരു ഞരക്കം സൗണ്ടും കേൾക്കുന്നുണ്ട്, അല്ലേ? വാട്ട് വാസ് ദാറ്റ്? എന്തായിരുന്നു അത്? ആക്ച്വലി ആൻ ഓൾഡ് മാൻ വിത്ത് ബിഗ് വിങ്സ്. ഒരു പ്രായം ചെന്നൊരു മനുഷ്യനായിരുന്നു, പക്ഷെ അയാൾക്ക് വലിയ ചിറകുകൾ ഉണ്ടായിരുന്നു. നമുക്ക് നോക്കാം അടുത്ത ക്വസ്റ്റ്യൻ. വേർ, എവിടെ നിന്നാണ് ഇയാളിത് കണ്ടത്? റിയർ ഓഫ് ദി കോർട്ട്യാർഡ്. കോർട്ട്യാർഡിൻ്റെ കുറച്ച് ബാക്ക് സൈഡിൽ നിന്നായിട്ടാണ് ഇയാൾ ഈ ഒരു കാഴ്ച അങ്ങ് ദൂരെ കണ്ടത്. ഓക്കെ, ദെൻ വാട്ട് ഹീ ഡിഡ്, ആ കണ്ട സമയത്ത് ഇയാൾ എന്ത് ചെയ്തു? എന്താ ചെയ്തത്? ഷോക്ക്ഡ്, പേടിച്ചു, അല്ലേ? ആകെ ഷോക്കായി പോയി. പിന്നെ എന്താ ചെയ്തത്? ഹി റാൻ ടു കോൾ ഹിസ് വൈഫ്. നേരെ തൻ്റെ വൈഫിനെ വിളിച്ചുകൊണ്ട് വരാനായിട്ട് ഇയാൾ ഓടി. സോ ഫസ്റ്റ് പോയിന്റ് ഈസ് ഓവർ, റൈറ്റ്? സോ ഫസ്റ്റ് പോയിന്റ് എന്തായിരുന്നു? പെലായോ വാസ് കമ്മിങ് ബാക്ക് ടു ദി ഹൗസ്. ഇനി നമുക്ക് രണ്ടാമത്തെ പോയിന്റ് എന്താണെന്ന് നോക്കാം. രണ്ടാമത്തെ പോയിന്റ്, ദേ ആർ പുട്ടിങ് ഇറ്റ് ഇൻ ദി ചിക്കൻ കൂപ്പ്. ദേ ആർ, ഇവിടെ ദേ എന്ന് ഉദ്ദേശിച്ചത് ആരാണ്? 2 പേരാണ്. ഒന്ന് പെലായോ, 2 പെലായോയുടെ വൈഫായിട്ടുള്ള എലിസണ്ട. ഇവർ 2 പേരും പിന്നെ ഈ ഓൾഡ് മാനെ ഒരു ചിക്കൻ കൂപ്പിൽ ഇട്ട് വെക്കുകയാണ്. ചിക്കൻ കൂപ്പ്, ഒരു കോഴിക്കൂട്ടിൽ ലോക്ക് ചെയ്ത് വെക്കുകയാണ്. ഇനി ഞാൻ ചോദിക്കട്ടെ, അവിടെ ഒരു സബ് ക്വസ്റ്റ്യൻ വരുന്നുണ്ട്. വൈ, എന്തിനാണ് അവരത് അങ്ങനെ ചെയ്യുന്നത്? ബിക്കോസ് ദേ തോട്ട് ഇറ്റ് ആസ് ആൻ ഏഞ്ചൽ, അതൊരു ഏഞ്ചൽ ആണെന്ന് അവർ വിചാരിക്കുകയാണ്. ഓക്കെ, തങ്ങളുടെ കുട്ടീനെ കൊണ്ടുപോകാൻ വന്നുള്ളൊരു ഏഞ്ചൽ ആണെന്ന് വിചാരിച്ചിട്ട് അതിനൊരു കോഴിക്കൂട്ടിൽ അങ്ങനെ ലോക്ക് ചെയ്തിട്ട് വെക്കുന്നുണ്ട്. നമുക്ക് മൂന്നാമത്തെ ഒരു പോയിന്റിലേക്ക് നമുക്ക് പോകാം. പീപ്പിൾ ആർ കമ്മിങ് ടു സീ. കുറേ ജനങ്ങൾ ഇതിനെ കാണാൻ വേണ്ടിയിട്ട് വരികയാണ്. എന്തുകൊണ്ടായിരിക്കും ജനങ്ങൾ കാണാൻ വേണ്ടിയിട്ട് വരുന്നത്? ബിക്കോസ് എവിടെയോ ഈ പറയുന്ന പോലെ തന്നെ ഒരു ക്യാപ്റ്റീവാണ്, ഒരു ഏഞ്ചൽ, അതായത് കൂട്ടിലടക്കപ്പെട്ട ഒരു ഏഞ്ചൽ ഉണ്ട്, അല്ലെങ്കിൽ ഏഞ്ചലിനെ കൂട്ടിലടച്ചിട്ടുണ്ട് എന്നുള്ള രീതിയിൽ ന്യൂസ് സ്പ്രെഡ് ആവുകയും അതിനൊക്കെ പുറമെ ഈ ഒരു ഏഞ്ചലിന് ഒരു മാജിക്കൽ പവർ ഉണ്ട് എന്ന് അവർ വിചാരിക്കുകയാണ്. ദേ തിങ്ക് ഇറ്റ് ഹാസ് സം മാജിക്കൽ പവേഴ്സ്. അതുകൊണ്ട് തന്നെ അസുഖം മാറ്റാനും മറ്റ് പല കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് ഇതിനെ കാണാനും ഇതിനെ തൊടാനും ഒക്കെ ആയിട്ട് ഇഷ്ടംപോലെ ആൾക്കാർ അങ്ങോട്ടേക്ക് വരികയാണ്. നെക്സ്റ്റ്, പെലായോ ആൻഡ് വൈഫ് ഏൺ മണി. പെലായോയും അതുപോലെ തന്നെ വൈഫായ എലിസണ്ട 2 പേരും ഇതിൽ നിന്നും പൈസ ഉണ്ടാക്കുകയാണ്. ഏതിൽ നിന്നും? ഈ ആൾക്കാർ വരുന്നുണ്ടല്ലോ, ഇതിനെ കാണാനായിട്ട് ഒരുപാട് ആൾക്കാർ വരുന്നുണ്ടല്ലോ, അതിന്നും പൈസ ഉണ്ടാക്കുകയാണ്. അതായത് അവർക്കൊരു ഐഡിയ തോന്നുകയാണ്, ഒരു 5 സെൻറ്റ് വീതം മണി ഒരു ചാർജായിട്ട് വെച്ചാൽ എന്താ, ആൾക്കാർക്ക് ഒരു ചാർജായിട്ട് അവിടുന്ന് ഒരു ചാർജ് എന്ന രീതിയിൽ ഒരു 5 സെൻറ്റ് മേടിക്കാം. അങ്ങനെയാകുമ്പോൾ അവർക്ക് ഒരുപാട് പൈസ കിട്ടും. അതുപോലെ തന്നെ അവർക്ക് ഒരുപാട് പൈസ ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട്, ഒരു നല്ല വീട് വെക്കുന്നുണ്ട്, സൗകര്യങ്ങൾ ഉണ്ടാവുന്നുണ്ട്, ഒക്കെ ഉണ്ടാവുന്നുണ്ട്. സോ ദെൻ നെക്സ്റ്റ് 5ാമത്തെ പോയിന്റാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. സ്പൈഡർ ഗേൾ അപ്പിയേഴ്സ് ആൻഡ് പീപ്പിൾ ഫ്ലൂ ടു ദർ. അതായത് അവിടെ ഒരു സ്പൈഡർ ഗേൾ പ്രത്യക്ഷപ്പെടുകയാണ്. ഈ കഥയിൽ ഒരു സ്പൈഡർ ഗേൾ പ്രത്യക്ഷപ്പെടുകയാണ്. അപ്പോൾ ഒരു സ്പൈഡർ ഗേൾ പ്രത്യക്ഷപ്പെട്ടപ്പോൾ ആൾക്കാരുടെ എല്ലാവരുടെയും ശ്രദ്ധ നേരെ അങ്ങോട്ടേക്കായി.
അപ്പോൾ ഇയാൾ മാജിക്കൽ പവർ ഉണ്ടെന്നൊക്കെ പറയുന്നല്ലാതെ ഒന്നും കാണുന്നില്ല. ഇയാൾക്ക് 2 വിങ്സ് ഉണ്ട് എന്നല്ലാതെ ഇയാളൊന്നും സംസാരിക്കുന്നത് പോലുമില്ല. പക്ഷെ ആ സ്പൈഡർ ഗേൾ നന്നായിട്ട് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും അത് കൗതുകം തോന്നിയപ്പോൾ ഈ കൗതുകം അവിടെ വിട്ടിട്ട് എല്ലാവരും മറ്റേ കൗതുകത്തിൻ്റെ, അതായത് ആ സ്പൈഡർ ഗേളിൻ്റെ അടുത്തേക്ക് എല്ലാവരും ഒഴുകിപ്പോയി. റൈറ്റ്. ദ ലാസ്റ്റ് പോയിന്റ്, ഓൾഡ് മാൻ ഫ്ലൈസ് അവേ. എല്ലാവരും പോയി കഴിഞ്ഞപ്പോൾ ഇയാൾ ഒറ്റപ്പെടുകയാണ്. ഇയാൾ ഒറ്റയ്ക്ക് നിൽക്കുകയാണ്. കോഴിക്കൂട്ടിലും അവിടെയും ഇവിടെയും പിന്നെ കിച്ചണിലും വീടിൻ്റെ പല സൈഡിലും ആയിട്ട് ഇത് നിൽക്കുന്നുണ്ട്. ഇത് പറന്നു പോകുന്നുമില്ല. പക്ഷെ കുറേ കഴിഞ്ഞ് ഇതെന്ത് ചെയ്യുകയാണ്? ഇതിൻ്റെ വിങ്സൊക്കെ ഒന്ന് പവറാക്കുകയാണത്. ഇതിൻ്റെ വിങ്സൊക്കെ ഒന്ന് സെറ്റാക്കി ഇതെന്ത് ചെയ്യുന്നുണ്ട്? കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം അത് പറക്കാൻ ശ്രമിക്കുന്നുണ്ട്. അതായത് കിച്ചണിൽ നിന്നും എലിസണ്ട ഒരു സൗണ്ട് കേട്ട് പുറത്തേക്ക് വരുമ്പോൾ കാണുന്ന കാഴ്ച ഇത് പറക്കുകയാണ്. ഈ ഒരു ഓൾഡ് മാൻ എന്ത് ചെയ്യുകയാണ്? പറക്കാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ ആദ്യം പറക്കാൻ ശ്രമിക്കുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്, താഴേക്ക് വരുന്നുണ്ട്. എന്നാലും അത് പറന്ന് ഉയർന്ന് അകന്ന് പോവുകയാണ്. ഇതോടുകൂടിയാണ് ഈ ഒരു സ്റ്റോറി കഴിയുന്നത്. ഒരു ഫുൾ സ്റ്റോപ്പ് വരുന്നത് ഇതോടുകൂടിയാണ്. സോ സ്റ്റുഡൻസ്, നമ്മൾ ഈ ഒരു സ്റ്റോറിനെ ഈ ഒരു സമ്മപ്പ് റിവിഷൻ എന്നുള്ള രീതിയിൽ ഒരു 6 പോയിന്റുകളാക്കിയിട്ട് ചുരുക്കിയതാണ്. ഈ 6 പോയിന്റിൽ നമുക്ക് ഈ ഒരു ചാപ്റ്ററിനെ എളുപ്പത്തിൽ മനസ്സിലാക്കാം, ഇതെന്താണ്, എങ്ങനെയാണ് കാര്യങ്ങൾ എന്നുള്ളത്. ബട്ട് കീപ്പ് ഇൻ മൈൻഡ്, ടെക്സ്റ്റ് ഫുൾ വായിക്കണം, എന്താണ് ആ കഥ എന്നുള്ളത് അറിഞ്ഞിരിക്കണം. അപ്പോൾ അതിന് നമ്മൾ വീഡിയോ ചെയ്തിരിക്കുന്നത്, മുമ്പ് ചെയ്തൊരു വീഡിയോ നിങ്ങൾക്ക് റെഫറായിട്ട് ഉപയോഗിക്കാം. പിന്നെ അത് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. അത് കണ്ടതിന് ശേഷം ഈ ചാപ്റ്റർ ഒന്നുകൂടി ഒന്ന് മനസ്സിൽ ഉറപ്പിക്കാനായിട്ട്, അല്ലെങ്കിൽ ഒരു ഫൈനൽ റിവിഷൻ, ഈ ചാപ്റ്റർ മനസ്സിലാക്കാൻ ഒരു ബെസ്റ്റ് വേ എന്നുള്ള രീതിയിൽ ഈ ഒരു 6 പോയിന്റ്സുകൾ നിങ്ങൾക്ക് സ്വീകരിക്കാവുന്നതാണ്. സോ സ്റ്റുഡൻസ്, ഹോപ്പ് യു അണ്ടർസ്റ്റുഡ്. ബൈ ഓൾ. താങ്ക് യു.